ബൊമ്മ വെച്ച് കളിക്കാം. ബൊമ്മ സൗണ്ട് വരുമല്ലോ, എന്താ വരാത്തെ? ബൊമ്മ പൊട്ടിപ്പോയി, ഇത് വേണ്ട. അമ്മൂച്ചിന്റെ കളിപ്പാട്ടം എല്ലാം പൊട്ടിപ്പോയി. അമ്മൂച്ചിന് പുതിയ കളിപ്പാട്ടം വേണം. അമ്മൂസേ, ഇത് അമ്മ പാല് കൊണ്ടുവന്നിട്ടുണ്ട്, കുടിക്ക്. അമ്മൂച്ചി പാല് വേണ്ട. പാല് വേണ്ടേ? എന്താ അമ്മൂസിന് പാല് വേണ്ടാത്തത്? അതെ, അമ്മൂച്ചിന്റെ കളിപ്പാട്ടമൊക്കെ പൊട്ടിപ്പോയി. അമ്മൂച്ചിന് അമ്മ പുതിയ കളിപ്പാട്ടം വാങ്ങിച്ചു തന്നാ തന്നെ അമ്മൂച്ചി പാല് കുടിച്ചോളൂ. എന്ത്, പുതിയ കളിപ്പാട്ടം വേണോ? ഇവിടെ ഇത്രയും കളിപ്പാട്ടം ഉണ്ട്, ഇതൊന്നും പോരാതെയാണോ നിനക്ക് പുതിയ കളിപ്പാട്ടം വേണ്ടത്? കളിപ്പാട്ടെല്ലാം പൊട്ടിപ്പോയി. പൊട്ടിപ്പോയോ? ഒന്നും പൊട്ടിപ്പോയിട്ടില്ല, എല്ലാം നന്നായിട്ട് തന്നെ ഉള്ളത്. നീ ഇതൊക്കെ വെച്ച് കളിച്ചാ മതി. ഇനിയും പുതിയ കളിപ്പാട്ടം ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല. ഇല്ല, ഇതെല്ലാം പൊട്ടിപ്പോയി. ഇതൊന്നും വേണ്ട. പുതിയ പാവക്കുട്ടി വേണം. പുതിയ പാവക്കുട്ടിയോ? ഇതോ ഇവിടെ ഒരു പാവക്കുട്ടി ഉണ്ടല്ലോ. ഇതല്ലാതെ ഇനിയും 2-3 പാവക്കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടല്ലോ. അതൊക്കെ എടുത്തു വെച്ച് കളിക്കറിയാ? ഇല്ല, മറ്റു പാവക്കുട്ടിയൊക്കെ പൊട്ടിപ്പോയി. അപ്പൊ പുതിയ പാവക്കുട്ടി തന്നെ വേണം. റിയാ, ശരി, പുതിയ പാവക്കുട്ടിക്ക് നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഇപ്പൊ നീ പാല് കുടിക്ക്. ഇല്ല, കുടിക്കൂല. ഈ പുതിയ പാവക്കുട്ടി വാങ്ങിച്ചു തന്നാൽ തന്നെ നമുക്ക് പാല് കുടിക്കുള്ളൂ. അയ്യോ ശരി റിയ, അച്ഛൻ വൈകിട്ട് വരുമ്പോ അച്ഛനെ കൊണ്ട് പറഞ്ഞ് അമ്മ പുതിയ പാവക്കുട്ടി വാങ്ങിച്ചിട്ട് വരാൻ പറയാ. നീ ആദ്യം ഈ പാല് കുടിക്ക്. ഇല്ല, അമ്മ പറ്റിക്കും. പാല് കുടിച്ച പുതിയ പാവക്കുട്ടി വാങ്ങിച്ചു തരില്ല. ഇല്ല റിയ, അമ്മ പറ്റിക്കില്ല. നീ ഈ പാല് കുടിച്ചാ അമ്മ അച്ഛനെ കൊണ്ട് പറഞ്ഞ് വൈകിട്ട് വരുമ്പോ പുതിയ പാവക്കുട്ടി വാങ്ങിച്ചിട്ട് വരാൻ പറയും. പാല് കുടിച്ച അമ്മ അച്ഛനെ കൊണ്ട് പറഞ്ഞ് പുതിയ പാവക്കുട്ടി വാങ്ങിച്ചിട്ട് വരാൻ പറയോ? ആ പറയാറിയാ, ആദ്യം നീ പാല് കുടിക്കുന്ന. അമ്മത് പാല് കുടിച്ച, പക്ഷെ അച്ഛൻ കൊണ്ട് പറഞ്ഞ പുതിയ പാവക്കുട്ടി വാങ്ങിച്ചു തരാൻ പറയണം. ആ ശരി, പറയാന്ന് പറഞ്ഞില്ലേ. ഇന്നാ ആദ്യം ഈ പാല് കുടിക്ക്. ഇത് പാല് കുടിച്ച അമ്മത്തിന് പുതിയ പാവക്കുട്ടി കിട്ടും. ഓ, രണ്ടുപേരും ഉറങ്ങിയല്ലോ. ഐഷു, ആ ശിവേട്ട വന്നോ? ഇതെന്താ പാവക്കുട്ടി? ഓ, റിയ ചോദിച്ചെന്ന് പറഞ്ഞത് കൊണ്ട് വാങ്ങിച്ചിട്ട് വന്നതാണോ? അതെ ഐഷു, നീയല്ലേ റിയ കുട്ടി പുതിയ പാവക്കുട്ടി വേണമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് വന്നത്. അയ്യോ അതെ ശിവ, ഇവിടെ ഇത്രയും കളിപ്പാട്ടമുണ്ട്, എന്നാലും പുതിയ പാവക്കുട്ടി തന്നെ വേണമെന്നും പറഞ്ഞ് റിയ ഒരേ വാശിയായിരുന്നു. അതാ ഞാൻ നിങ്ങളെ കൊണ്ട് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞത്. ആ ശരി ഐഷു, അതൊന്നും കുഴപ്പമില്ല. നമ്മ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുറെ ആയില്ലേ. എന്തായാലും റിയ കുട്ടിയുടെ കളിപ്പാട്ടമൊക്കെ തന്നെ അപ്പൂസ് വെച്ച് കളിക്കുന്നത്. അപ്പോൾ എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവള് പുതിയത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടാവുക. ശരി, ഇത് അവള് ചോദിച്ച പോലെ പുതിയ പാവക്കുട്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അവളുടെ അടുത്ത് കൊടുക്ക്, അവള് സന്തോഷപ്പെടും. ആ ശരി ശിവ, അവള് ഉറങ്ങി. എന്തായാലും എണിക്കട്ടെ, എന്നിട്ട് കൊടുക്കാം. ഇത് കണ്ട അവൾ എന്തായാലും സന്തോഷപ്പെടും. അയ്യോ ഇല്ലടാ അപ്പൂസേ, ഇല്ല ഇല്ല, കരയണ്ട. നമ്മൾ സംസാരിച്ച് സൗണ്ട് കേട്ട് എണീട്ടെന്നാ തോന്നണ്. കരയല്ല മോനെ, ഇതാ അമ്മയുണ്ട്, ഉറങ്ങിക്കോ. അപ്പൂസേ ഇല്ലടാ, ഇല്ല ഇല്ല, ഇതാ അമ്മ അടുത്തുണ്ട്, കരയണ്ട മോനെ, ഉറങ്ങിക്കോ. ശരി ശരി, പോട്ടട അപ്പൂസേ. ഇത് നോക്ക്, അച്ഛൻ പുതിയ പാവക്കുട്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതാ. കണ്ട ഐഷു, പുതിയ പാവക്കുട്ടി കണ്ടതും കരച്ചിൽ നിർത്തിയത്. അതെ ശിവേട്ടാ, ഇപ്പൊ ഇവനടക്കം പുതിയ കളിപ്പാട്ടം ഏതാണ് പഴയ കളിപ്പാട്ടം ഏതാണെന്നൊക്കെ അറിയാൻ തുടങ്ങി. ഇവൻ കരയുന്ന സമയത്ത് ഇവിടെ ഉള്ള റിയാന്റെ പഴയ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്താലില്ലേ, അവൻ കരച്ചിൽ നിർത്തുകയില്ല. അത് വേണ്ടെന്നും പറഞ്ഞ് വലിച്ചെറിയും. ഇപ്പൊ നിങ്ങൾ ഈ പുതിയ കളിപ്പാട്ടം കൊടുത്തപ്പോ അത് പുതിയതാണെന്ന് അവന് മനസ്സിലായത് കൊണ്ടാണ് ഇപ്പൊ കരച്ചിൽ നിർത്തിയത്. റിയാന് തന്നെ ഇപ്പൊ പഴയ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട, പുതിയത് വേണമെന്നും പറയണമെന്നും പറഞ്ഞാ ഇവനടക്കം ഇപ്പൊ പഴയ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ടതായി. പുതിയത് കൊടുത്താൽ തന്നെ ഇപ്പൊ ഇവനും സന്തോഷം. ഇവനും കൂടെ പഴയത് ഏതാണ് പുതിയത് ഏതാണെന്നൊക്കെ അറിയാൻ തുടങ്ങി. പിന്നെ അറിയാതിരിക്കോ? ഇവനിപ്പോ 8 മാസം ആയില്ലേ. ആ അതെ ശിവ, ഇപ്പൊ തന്നെ പുതിയ കളിപ്പാട്ടം പഴയ കളിപ്പാട്ടം എന്നൊക്കെ അറിയാൻ തുടങ്ങി. ഇനി ഒരു 4-5 മാസം കൂടി ആയാലേ പിന്നെ റിയാനെ കൊണ്ട് ഇത് എന്റെയാണ് നിന്റെയാണെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് രണ്ടുപേരും പിണങ്ങാൻ തുടങ്ങും. ആ അതും ശരിയാണ് ഐഷു. എന്തായാലും ഇവ ഇനി കുറച്ചുകൂടി വലുതാവുമ്പോഴേക്കും രണ്ടുപേരും പിണങ്ങാത്ത രീതിയിൽ രണ്ടുപേർക്കും തനിത്തനിയെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം.
അത് ഇപ്പോഴേ അതാണ് അവസ്ഥ. ഇപ്പൊ ഇവന്റെ കയ്യിൽ നിങ്ങൾ പാവക്കുട്ടി കൊടുത്തില്ലേ, അവള് ഉറങ്ങാണ്. ഇനിയിപ്പോ എണീറ്റ ശേഷം ഇവന്റെ കയ്യിൽ ഈ പാവക്കുട്ടി കണ്ടാ അപ്പൊ അവൾ അതിന് വഴക്കുണ്ടാക്കി കരയാൻ നിൽക്കും. അതിപ്പോ അവൻ കരയണമെന്നും പറഞ്ഞ് ഞാൻ അവന്റെ കയ്യിൽ കൊടുത്തതല്ലേ. റിയ കുട്ടി എന്തായാലും ഇപ്പൊ ഉറങ്ങുകയല്ലേ, അവൻ കുറച്ചു നേരം വെച്ച് കളിച്ചിട്ട് അങ്ങനെ ഉറങ്ങിക്കോട്ടെ. പിന്നെ അവൾ എണീറ്റ ശേഷം അത് അവളുടെ കൈ കൊടുക്കാം. പക്ഷെ അവൾ എണീക്കുമ്പോഴേക്കും ഉറങ്ങണം. എന്നാ തന്നെ ഇത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അവൾ എണീറ്റാ എന്റെ പുതിയ പാവക്കുട്ടി അച്ഛൻ കുഞ്ഞു പാവന്റെ കയ്യിൽ കൊടുത്തു എന്നും പറഞ്ഞ് ഒരേ വഴക്കിടാൻ നിൽക്കും. അതെ ശിവ, എന്തായാലും ഇപ്പൊ ഉറക്കത്തിന്ന് എണീറ്റതല്ലേ, കുറച്ചു നേരം പാവക്കുട്ടി വെച്ച് കളിച്ചിട്ട് അവൻ ഇപ്പൊ ഉറങ്ങും. അതിന്റെ ശേഷം ഞാൻ ഈ പാവക്കുട്ടി മാറ്റി വെക്കാം. പിന്നെ അവൾ ഉറങ്ങി എണീറ്റ ശേഷം അവളുടെ കയ്യിൽ കൊടുക്കാം. ശരി ഐഷു, ശരി. എനിക്ക് പണിമാറി വന്നിട്ട് ഒരുമാതിരി തലവേദനയായിട്ടുണ്ട്. ഞാൻ അകത്ത് ചെന്ന് ഒന്ന് കൈമോക്കൊക്കെ കഴുകിയിട്ടിരിക്കാം. നീ അവനെ ഉറക്കിയിട്ട് വന്നിട്ട് ഒരു ചായ വെച്ചതാട്ടോ. ശരി ശിവ, നിങ്ങൾ പോയി കൈമോക്കൊക്കെ കഴുകി. ഞാൻ ഇപ്പൊ ഇതവനെ ഉറക്കിയിട്ട് വന്ന് ചായ വെച്ച് തരാം. അപ്പൂസ് ഉറങ്ങി. ശരി, പോയി ശിവേട്ടന് ചായ വെച്ചു കൊടുക്കാം. ഇതെന്താ അപ്പൂസിന്റെ കയ്യില് പുതിയ പാവക്കുട്ടിയാണല്ലോ. അമ്മൂടല്ലേ അച്ഛൻകുട്ടി പുതിയ പാവക്കുട്ടി വേണം ചോദിച്ചത്. പക്ഷെ അച്ഛൻ അപ്പൂസിന് പുതിയ പാവക്കുട്ടി വാങ്ങിച്ചു കൊടുത്തു. അമ്മൂക്ക് മാത്രം പുതിയ പാവക്കുട്ടി ഇല്ല. അമ്മൂസ് അച്ഛൻകുട്ടി മിണ്ടില്ല. അത് അമ്മൂസ് ഉറങ്ങി എണീറ്റോ? അയ്യോ, എന്ത് പറ്റി? അച്ഛൻ എന്ത് ചെയ്ത്? എന്താ അമ്മൂസ് അച്ഛനെ കൊണ്ട് മിണ്ടില്ലെന്നും പറയണ്? അയ്യോ, ഇതാണോ കാര്യം? അതിന് ഈ പാവക്കുട്ടി അപ്പൂസിന് വാങ്ങിച്ചതല്ലല്ലോ, എന്റെ അമ്മുക്കുട്ടിക്ക് വാങ്ങിച്ചതല്ലേ? അയ്യോ അമ്മൂസേ, അച്ഛൻ പാവക്കുട്ടി വാങ്ങിച്ചിട്ട് വരുമ്പോ അപ്പൂസ് ഒരേ കരച്ചിലായിരുന്നു. അവന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി അവന്റെ കയ്യിൽ കൊടുത്തതാ. ഇപ്പൊ അവൻ ഉറങ്ങിയില്ലേ? ഇനി ആ പാവക്കുട്ടി അമ്മൂസിന് തന്നെ. അമ്മൂസ് എടുത്തോ. ഇല്ലടാ അമ്മൂസേ, അച്ഛൻ കൊടുക്കില്ല. ഈ പാവക്കുട്ടി അമ്മൂസിന് തന്നെയാണ്. അപ്പൂസ് വേണം പറഞ്ഞ് കരഞ്ഞാ അച്ഛൻ അവന് വേറെ പാവക്കുട്ടി വാങ്ങിച്ചു കൊടുത്തോളാം. ഇത് എന്തായാലും എന്റെ അമ്മുക്കുട്ടിക്ക് തന്നെ. അമ്മുക്കുട്ടിയെ പാവക്കുട്ടി എടുത്ത് കളിച്ചോ. അതായത് അമ്മൂസേ, ഇത് അമ്മുക്കുട്ടിക്ക് തന്നെ. അമ്മുക്കുട്ടി എടുത്തോ. ശരിയടാ അമ്മു, അമ്മുക്കുട്ടി വെച്ച് കളിച്ചോ. അപ്പൂസ് കരഞ്ഞാലേ അച്ഛൻ അപ്പൂസിന് വേറെ വാങ്ങിച്ചു കൊടുത്തോളാം. അതെയോ? അപ്പൂസ് ചോദിച്ചാ അമ്മുക്കുട്ടി കൊടുക്കുവോ? ഇതാ എന്റെ അമ്മുക്കുട്ടിക്ക് എത്രയാ വിവരം. അച്ഛന്റെ സ്വത്തും പണിയാണ്. ഇതുപോലെ എപ്പോഴും കുഞ്ഞു അനിയന്റെ കൂടെ പിണങ്ങാതെ കളിപ്പാട്ടങ്ങളൊക്കെ അവന് കൊടുത്ത് കളിക്കണം. ശരിയടാ അമ്മൂസേ, അമ്മുക്കുട്ടി എപ്പോഴും നല്ല കുട്ടിയാണ്. ഇതുപോലെ അമ്മൂസും അപ്പൂസും കൂടെ പിണങ്ങാതെ കളിക്കണം.